ഞാൻ വിളിച്ചാൽ മതി ഫോട്ടോ എടുക്കുമ്പോൾ. പതുക്കെ. ഹായ്, ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവർക്കും ഓണത്തിരക്കൊക്കെ ആയി കാണുമല്ലേ? നമുക്കും വലുതായിട്ട് അങ്ങ് ഓണത്തിരക്കൊന്നും ആയിട്ടില്ല, എങ്കിലും മുന്നേ വീഡിയോയുടെ ബാക്കിയായിട്ട് കുറച്ച് ക്ലീനിങ് കൂടെ ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പം ഞാൻ ഓർത്ത് എൻ്റെ മൊബൈൽ ക്യാമറയിൽ അതും കൂടെ പകർത്തിയിട്ട് ഒരു വീഡിയോ ആക്കിയിട്ട് നിങ്ങളിലോട്ട് എത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, കഴിഞ്ഞ വീഡിയോ നമ്മൾ മുറ്റം വൃത്തിയാക്കുന്നതും പായലൊക്കെ തേച്ച് കഴുകിയിട്ട് നമ്മുടെ വീട് വൃത്തിയാക്കുന്നതൊക്കെ കണ്ടായിരുന്നല്ലോ അല്ലേ? എല്ലാവരുടെയും കമൻറ്റൊക്കെ കണ്ടതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. എനിക്ക് വേഗം ഒരു വീടാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ബാലൻസ് ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ പൂജാമുറി. ഇത് കാണുമ്പം നിങ്ങൾക്ക് പൂജാമുറിയായിട്ട് തോന്നുമെന്ന് എനിക്കറിയത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ഒരു ഇടനാഴി പോലെയാണേ. നേരെ വാതിക്കുന്ന 2 മുറിയിലോട്ട് പോകുന്ന ഇടനാഴി. ആ ഇടനാഴി ഞാൻ പൂജാമുറിയാക്കിയതാണേ. അപ്പം നമ്മുടെ ഇവിടെ ഓണറുടെയൊക്കെ ഒരു കബോർഡ് പോലത്തെ സംഭവം, അതിനെന്താ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ, അതുണ്ട്. പക്ഷെ അതിനകത്ത് കുറച്ച് വിശുദ്ധ ഖുർആൻ ഉണ്ടായിരുന്നു. ബൈബിളില്ലേ, ബൈബിൾ ഇരിപ്പുണ്ട്. ഖുർആൻ നാട്ടമായി വന്നത്. ബൈബിൾ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പുസ്തകങ്ങൾ, പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ, മൊബൈലിൻ്റെ കോഡും എല്ലാ മൊബൈൽ നമ്പറുകളും അങ്ങനെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ കേശുടനും മൗലിക്കും കിട്ടിയ ട്രോഫികളാട്ടോ. ഇതൊക്കെ ആ ഗ്ലാസിൻ്റെ അവിടെ കൊണ്ട് വെച്ചേക്കുമായിരുന്നു. അതെല്ലാം കൂടെ പൊടിയെല്ലാം തട്ടി ഒന്ന് മിനുക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ സാധനങ്ങളുണ്ട്. എപ്പോഴും ഈ കബോർഡ് വൃത്തിയാക്കത്തില്ല, നല്ല പഴക്കം ചെന്ന ആയതുകൊണ്ട് തന്നെ തൊട്ട് കഴിഞ്ഞ് ഇങ്ങനെ പൊടിഞ്ഞു വരും. പിന്നെ ഈ വിളക്ക് കത്തിക്കുമ്പോൾ വാങ്ങിക്കുന്ന ചന്ദനത്തിരി കൂട്, വിളക്കിത്തിരിയുടെ കവർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് കാണും. എപ്പോഴും ഞാൻ ഈ ഭാഗം ക്ലിയർ ആക്കാനായിട്ട് വൃത്തിയാക്കാനായിട്ട് കയറാറില്ല. താഴത്തെ കബോർഡിൽ വേണ്ടാത്ത പുസ്തകങ്ങളുണ്ട്, നമ്മുടെ കേശുടൻ്റെ കളിപ്പാട്ടങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങളാണ്. അപ്പോൾ അതിലാവശ്യമുള്ളതെല്ലാം എടുത്തിട്ട് ബാക്കിയൊക്കെ കളയുക. ദുർഘടം പിടിച്ച കർക്കിടകത്തെ നമുക്ക് ഒഴിവാക്കിയിട്ട് നല്ലൊരു ചിങ്ങമാസത്തെ വരവേൽക്കണ്ടേ? ഈ ചിലർ പറയത്തില്ലേ, ചുട്ടയിലെ ശീലം ചുടല വരെയെന്ന്. എനിക്ക് അങ്ങനെ കിട്ടുക കേട്ടോ, ഈ ഒതുക്കലും പെറുക്കലും ഒക്കെ. ഞങ്ങളുടെയൊക്കെ വീട്ടിലും 1-ാം തീയതി ആകുമ്പോഴത്തേക്ക് എത്ര പട്ടിണിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒഴിഞ്ഞു കിടക്കുന്ന ടിന്നെല്ലാം കഴുകിയെല്ലാം വെച്ചിട്ട് മുഴുവൻ ഒതുക്കി വാരി വൃത്തിയാക്കിയൊക്കെ വെക്കുന്നൊരു ശീലമുണ്ട്. അപ്പം അതിങ്ങനെ തുടങ്ങി കുഞ്ഞിലേ മുതലേ കണ്ടു വളർന്നത് കൊണ്ടായിരിക്കും എനിക്കും ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി അമ്മമാരൊക്കെ ഉണ്ടെന്ന് അറിയാം, അതിലൊരാളാണ് ഞാൻ. അപ്പം ആദ്യം തന്നെ അത്രയും ഭാഗം അങ്ങ് വൃത്തിയാക്കുവാണ്. എല്ലാത്തിലും നിറച്ചും പൊടിയായിരുന്നു. പൊടിയെല്ലാം തുടച്ചിട്ട് ആ ഫോട്ടോസൊക്കെ അതേപടി വെച്ചിട്ടുണ്ട് കേട്ടോ. അവരുടെ സാധനത്തിൽ നിന്നൊന്നും നമുക്ക് കളയാനില്ല. ഇവിടെ പിന്നെ പഴയ പുസ്തകങ്ങളാണ്. എൻ്റെ 3 സെമ്മിലായിട്ടുള്ള ടെക്സ്റ്റുകൾ ഉണ്ടായിരുന്നു. ഞാൻ പഠിക്കുന്നുണ്ട് കേട്ടോ. ആ ടെക്സ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ഉപയോഗം കഴിഞ്ഞൊക്കെ അങ്ങനെ കയറ്റി വെച്ചു. ഇത് നമ്മുടെ കേശുടൻ്റെ കളിപ്പാട്ടങ്ങളാണ്. പൊതുവേ ആൺകുട്ടി ആയതുകൊണ്ട് തന്നെ കളിപ്പാട്ടത്തോടൊക്കെ ഭയങ്കര ക്രേസാണ്, പ്രത്യേകിച്ച് വണ്ടിയൊക്കെ. പക്ഷെ അവന് കൂടുതലും കുഞ്ഞി കാറുകളോടൊക്കെ കേട്ടോ. എങ്കിലും ഈ പൊട്ടിപ്പോകുന്നതൊന്നും കളയത്തില്ല. അവനിങ്ങനെ എടുത്ത് വെച്ചിട്ട് ചുമ്മാ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുമെന്നറിയാവോ, ഇതെല്ലാം കൂടെ റിപ്പയർ ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ഒരു ടയർ പോയ കാറുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കാറിൻ്റെയൊക്കെ എടുത്ത് വെച്ചിട്ടൊക്കെ അവൻ ഉപയോഗിക്കും. അങ്ങനെയൊക്കെ ഒരു ശീലം അവനുണ്ട്. അപ്പം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഹാളിൽ നിന്നെല്ലാം കൂടെ വാരി എടുക്കുമെന്ന് പറയുമ്പം ഇവരെന്ത് ചെയ്യുന്നറിയാം, എല്ലാം കൂടെ വാരിയിട്ട് ഇതേപോലെ കൊണ്ടങ്ങ് ഇട്ടേക്കും ഈ കബോർഡിലോട്ട്. അത് അവിടെ കിടക്കും. അങ്ങനെയാണ് ഇങ്ങനെ എല്ലാം വാരി വലിച്ചിടുന്നത്. ഇത്രയും ഭാഗം വാരി വലിക്കുന്ന മുഴുവൻ അവരാ കേട്ടോ. ഒരു പുസ്തകം കണ്ടില്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കാനിരിക്കുമ്പം എടുത്തുകൊണ്ട് വരാൻ പറയുമ്പോൾ ഓടിച്ചെന്നങ്ങ് എടുക്കും. പിന്നെ അത് അവിടെ തന്നെ അതേപോലെ ഇട്ടേക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മുഴുവൻ പഴക്കം ചെന്ന കബോർഡ് ആയതുകൊണ്ട് തന്നെ ഗ്ലാസ്സിലൊക്കെ നല്ല പൊടിയാണേ. അത് ഞാൻ വെള്ളം തൊട്ടങ്ങ് തുടയ്ക്കുക. പൊതുവേ ഞാൻ ഒരു ലിക്വിഡുകളും നിലം തുടയ്ക്കാനാവട്ടെ ഒന്നിനും അങ്ങനെ ഉപയോഗിക്കാറില്ല. സോപ്പ് പൊടി അങ്ങനെ ഉപയോഗിച്ച് നമ്മുടെ മൗലിക്ക് ഇതൊക്കെ പെട്ടെന്ന് അലർജി ആവുന്നതാണ്. ഈ സ്മെല്ലൊന്നും പിടിക്കത്തില്ല, വേഗം എന്നെ തുമ്മും. അതുകൊണ്ട് തന്നെ ലിക്വിഡ് പോലുള്ള ഒന്നും ഞാൻ നിലം തുടയ്ക്കാൻ പോലും ഉപയോഗിക്കാറില്ല. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നതാണ് കല്ലുപ്പിടും, ജവാദ പൗഡർ ഇടും കേട്ടോ. ജവാദ പൗഡറും ചില സമയത്ത് എനിക്കും പിടിക്കത്തില്ലേ, എങ്കിലും അത് ഭയങ്കര മണമാണ്. പിന്നെ കല്ലുപ്പ് പൊതുവെ പറയുമല്ലോ ഒരു പോസിറ്റീവ് എനർജി ആണെന്നുള്ളത്. അങ്ങനെ കേശുടൻ്റെ കളിപ്പാട്ടത്തിൽ നിന്ന് വേണ്ടാത്തയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് കുറച്ചൊക്കെ പെറുക്കി അങ്ങോട്ട് താഴോട്ട് വെച്ച് കേട്ടോ. ആ കബോർഡിൻ്റെ താഴത്തെ ഭാഗം ഉണ്ടല്ലോ, അത് നല്ലോണം ഇളകിയിരിക്കുക. ആണി അടിച്ചാലും ചിലപ്പോൾ ആണി അടിക്കുവാണെങ്കിൽ മൊത്തത്തോടെ ഇങ്ങനെ ഇളകി വരുന്നത് കൊണ്ട് ഒരു വിധത്തിലൊക്കെ ഞാൻ ഒട്ടിച്ച് വെച്ചേ. ഇതൊരു 4 വർഷം പഴക്കമുള്ള കേശുടൻ്റെ വണ്ടിയാണേ. വലിയ വണ്ടിയോടും അത്ര ക്രേസില്ല, കുഞ്ഞു വണ്ടിയോടാണ്. അതുകൊണ്ടായിരിക്കും അതിന് യാതൊരു കേടുപാടും ഇല്ല. പിന്നെ നമ്മുടെ ഈ റോഡ് സൈഡിലിട്ട് വെക്കുന്ന ബംഗാളി ചേട്ടന്മാരുണ്ടല്ലോ, അവരുടെ നിന്ന് വാങ്ങിച്ചാണേ. അതിൻ്റെ പുറത്ത് ഒരാൾ കയറി നിന്നാലും അത് പൊട്ടത്തില്ല എന്ന് പറഞ്ഞാൽ സത്യം കേട്ടോ. നല്ല സ്ട്രോങ് വണ്ടിയാണ്.
പക്ഷെ അത് നല്ല രീതിയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉള്ള ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ ഇത് ഇങ്ങനെ പുകാറ കേട്ടോ, നല്ല ശരിക്കും ഉണ്ടേ. അതും കുഞ്ഞി കുഞ്ഞി വലകളാണ്. പറഞ്ഞു കേട്ടിട്ടില്ലേ, വീട്ടിലെ ആണുങ്ങൾ പുകാറ അടിച്ചു കഴിഞ്ഞാൽ വേഗം വരില്ല, പെണ്ണുങ്ങൾ അടിക്കരുതെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ആരടിച്ചാലും വരാനുള്ള പുകാറ വരും. ചിലർ പറയും ഈ പുകാറയൊക്കെ വരുന്ന നെഗറ്റീവ് എനർജി ആണെന്ന്, എനിക്കറിയില്ല കേട്ടോ. ആ ഈ ഈ ഒരു മുറി ഉണ്ടല്ലോ, ഇത് അവരുടെ മുറിയാണ് കേട്ടോ, നമ്മുടെ ഈ ഓണറുടെയൊക്കെയാണ്. അവരുടെ വേണ്ടാത്ത അലമാരി ഫർണിച്ചറൊക്കെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കേശുടൻ്റെ ഒരു സൈക്കിൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതും ഈ പറഞ്ഞ കണക്ക് ഒരു 4-5 വർഷം പഴക്കമുണ്ട്. ഇപ്പോൾ ആകെ ഉപയോഗിക്കാനൊന്നും പറ്റത്തില്ല. അവനോട്ട് ആർക്കും കൊടുക്കത്തതുമില്ല. എങ്കിൽ അത് അവന് ചവിട്ടാൻ പറ്റുമോ? പറ്റത്തുമില്ല. അവൻ ഓർമ്മയ്ക്കായിട്ട് വെച്ചേക്കുവാന്നാണ് പറയുന്നത്. അങ്ങനെ ഇതാ കേട്ടോ വിളക്ക് കത്തിക്കുന്ന പൂജാമുറി ഭാഗം. എൻ്റെ വീഡിയോയിലൊക്കെ കണ്ടു കാണുമായിരിക്കും. അതാ ഞാൻ നേരത്തെ പോയത്. പൂജാമുറി എന്നൊക്കെ നിങ്ങൾക്ക് കാണുന്നവർക്ക് തോന്നുന്നു എനിക്കറിയില്ല കേട്ടോ. നമുക്ക് വിളക്ക് കത്തിക്കണം എന്നൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് ആ ഒരു ഇടനാഴി ഒരു കുഞ്ഞ് ടേബിളൊക്കെ വെച്ച് 3-4 ഫോട്ടോയൊക്കെ വെച്ച് ഞാനങ്ങ് പൂജാമുറിയാക്കി. നമ്മളെന്ന് വിചാരിക്കുന്ന അതാണല്ലോ. എനിക്കിത് പൂജാമുറിയാണ്. ആ ഒരു കുഞ്ഞ് ആ 2 മുറിയിലോട്ടും പോകാനുള്ളൊരു വഴിയായിട്ടാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം മുമ്പ് ഒരു വാടക വീട്ടിൽ താമസിക്കുമ്പോൾ ഞാൻ അവിടെ വന്നിട്ടുണ്ട്. ആ സമയത്ത് ഈ ഒരു ഏരിയയിൽ അവർ സോഫ സെറ്റിയൊക്കെ ഇട്ടിരുന്നത്. നമുക്കതൊന്നും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഇവിടെ ഇടത്തില്ലായിരുന്നു, അത് വേറെ കാര്യം. അങ്ങനെ ആ പെട്ടിപ്പുറമൊക്കെ നിറച്ചും പൊടിയായിരുന്നേ. അതെല്ലാം തുടച്ചിട്ട് ഫോട്ടോസ്, നിങ്ങൾ വിചാരിക്കും ദൈവം ഇതെന്താ അമ്പലം, അങ്ങനെയല്ല കേട്ടോ. ഇത് പലപ്പോഴായിട്ട് പല സാഹചര്യത്തിൽ എൻ്റെ കയ്യിലോട്ട് വന്ന ഫോട്ടോസാണ്. ചിലത് ഞാൻ ഇഷ്ടം കൊണ്ട് ഫ്രെയിം ചെയ്യിപ്പിച്ചെടുത്തതും ഉണ്ട്. എങ്കിലും നമുക്കൊരു നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുണ്ടല്ലോ, നമുക്ക് കുറേ പൈസ കിട്ടാനോ ഭയങ്കരമായിട്ട് അതിനല്ല, നമുക്ക് സമാധാനം തരുന്ന കാര്യം എന്തുവാണോ അത് ചെയ്യുക. നമ്മുടെ സന്തോഷമല്ലേ നമുക്ക് വലുത്. അതിൽ ആരെന്ത് പറഞ്ഞാലും ഒന്നും വിചാരിക്കാനില്ല. അതുകൊണ്ടാണ് കേട്ടോ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ സൂക്ഷിക്കുന്നത്. ഇനി അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് ഈ ജനലൊക്കെ തുടയ്ക്കാന്നുള്ളതാണ്. ഈ ജനലിൻ്റെ കമ്പി കണ്ടാൽ അറിയാം, മറ്റേ ഉരുണ്ടിട്ടൊന്നും അല്ല, വേറൊരു ഷേപ്പാണ്. 4 സൈഡും ഇങ്ങനെ ഉള്ളത്. നമ്മൾ എത്ര തുടച്ചാലും പൊടി പോകത്തില്ലടാ, ഭയങ്കര പാടായിരിക്കുമേ. അത് മാത്രമല്ല കൈ നല്ലോണം വേദനിക്കും. എങ്കിലും എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും ജനൽ ഞാൻ തുടയ്ക്കുന്നതാണ്. എന്നിട്ടും എന്തോരം പൊടിയാണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും അറിയാൻ പറ്റും. അതും കൂടെ തുടയ്ക്കരുത്. കണ്ടോ, മുകളിൽ കാണിക്കുക നല്ല പൊടിയല്ലേ, എപ്പോഴും ഇത്രയും പൊടി കാണും. ഒന്ന് തൊട്ടാൽ ഇങ്ങ് പോകും. അത് മാത്രമല്ല ഇതേ പെയിൻ്റ് അല്ലടാ, ഇത് കുമ്മായമാണ് അടിച്ചിരിക്കുന്നത്. പഴയ മോഡലില്ലേ, പെയിൻറ്റ് പോലെ കുമ്മായമുള്ള നമ്മളിങ്ങനെ തൂക്കുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ പറ്റും. എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ ഞാൻ അതും അങ്ങ് വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ നിറച്ചും പുകാറയാണ്. പക്ഷെ നമ്മളിങ്ങനെ തട്ടുമ്പോഴത്തേക്ക് എങ്ങാനും എന്തെങ്കിലും ഇളകി വന്നാലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പം അത്രയും ഭാഗം വൃത്തിയാക്കി നമ്മുടെ കേശുവിൻ്റെ ട്രോഫിയൊക്കെ ഉണ്ടായിരുന്നത് എല്ലാ ഷെൽഫിലോട്ടങ്ങ് അടുക്കി വെച്ചേ. നമുക്കൊരു പുതിയ വീടൊക്കെ വെച്ചിട്ട് വേണം നമ്മുടെ ഹാളിലായിട്ടൊക്കെ മക്കളുടെ ട്രോഫിയൊക്കെ അടുക്കി വെക്കാനായിട്ട്. ഇനി അടുത്ത ജോലി എന്ന് പറയുന്നത് തുടച്ച് മാറ്റുക. സാധാരണ കുഞ്ഞ് ഓസ് ബാത്റൂമിൽ നിന്ന് ഇങ്ങോട്ടിട്ടിട്ട് തേച്ച് കഴുകി ഇറക്കുവേ. പക്ഷേ മഴ പെയ്യുവാണെങ്കിൽ ഉണങ്ങാൻ പാടായിരിക്കും. അതുകൊണ്ട് ഞാൻ വെള്ളത്തിലോട്ട് കുറച്ച് കല്ലുപ്പിട്ടിട്ട്, നേരത്തെ പറഞ്ഞ കൂട്ട് എല്ലാത്തിനും ഞാൻ കല്ലുപ്പാട്ടോ ഉപയോഗിക്കുന്നത്. കല്ലുപ്പ് ഉപയോഗിച്ചിട്ട് നല്ലോണം അങ്ങ് മോപ്പ് ഉപയോഗിച്ച് തുടച്ച് മാറ്റുകയാണ് ചെയ്യാറ് എല്ലാ മുറിയും. അടുക്കള പിന്നെ ഞാൻ തേച്ച് കഴുകി അങ്ങ് വിടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ദിവസം തന്നെ 2 സമയങ്ങളായിട്ട് എടുത്ത വീഡിയോ ആണ്, 2 ക്ലീനിങ്ങും കൂടെ. അപ്പം ഇതുപോലുള്ള നാടൻ വ്ളോഗുകൾ കാണാൻ ഇഷ്ടമുള്ളവർ നമ്മുടെ ചാനൽ സബ്ബാക്കാനും ലൈക്ക് തരാനും കമൻറ്റ് തരാനും പിന്നെ കൂടെ ഹൈപ്പും മറക്കരുത് കേട്ടോ. ഇപ്പം തന്നെ അങ്ങ് സബ്ബാക്കിയേക്ക്. ഇതുപോലെ എൻ്റെ സാധാരണ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ, ഇത് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല കേട്ടോ, ഇങ്ങനെയാണ് നമ്മളിപ്പോൾ അല്ലെങ്കിലും പാചകമാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ സാധാരണ എങ്ങനെയാണ് അങ്ങനെ. പിന്നെ ഇങ്ങനെ വോയിസ് കൊടുക്കുമ്പം കുറച്ചും കൂടെ എല്ലാവർക്കും എന്നെ പരിചയമാകുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്. മൈക്കില്ലാതെ വോയിസ് കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് വോയിസ് കൊടുക്കുന്നത് വണ്ടിക്കകത്ത് കയറിയിരുന്നിട്ടാണ് കേട്ടോ. അകത്തൊക്കെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഒട്ടും സൗണ്ട് ഇല്ലാത്ത പോലെ തോന്നും. ഞാൻ ഞങ്ങളുടെ വണ്ടിക്കകത്തിരുന്നിട്ട് ഫുള്ള് ഗ്ലാസ്സൊക്കെ ഇട്ടിട്ടാണ് വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ മനസ്സിലാകുകയുണ്ടെങ്കിലൊക്കെ ക്ഷമിക്കുക. അപ്പോൾ സബ്ബാക്കാൻ മറക്കരുതേ. ഇതാ കേട്ടോ എൻ്റെ മുറി എന്ന് പറയുന്നത്. ഈ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള ചുരിദാറിൻ്റെ ഷോളൊന്നും ഞാൻ അങ്ങനെ കളയാറില്ല. ടേബിൾ ഷീറ്റായിട്ടൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല കേട്ടോ. ഇങ്ങനെ നല്ല കാണാൻ രസമുള്ള എനിക്കിഷ്ടമുള്ള കളറൊക്കെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് 2 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ഷീറ്റ് മാറുമ്പോഴത്തേക്ക് ആ ഷോൾ എടുത്തിടും. അങ്ങനെയൊക്കെ ചെയ്യുന്നവർ കാണുമായിരിക്കും അല്ലേ, എനിക്കറിയില്ലേ. പിന്നെ കുറച്ച് വായിക്കുന്ന ബുക്കുകളുണ്ട്, എൻ്റെ ഡയറി ഉണ്ട്. ഈ ജനലിൽ എന്തെങ്കിലും വെക്കുക എൻ്റെ ഒരു പതിവ് ശീലം കേട്ടോ. അതാകുമ്പോൾ നമുക്ക് എളുപ്പം എടുക്കേണ്ട സാധനങ്ങളൊക്കെ, തലവേദനയുടെ മരുന്ന്, പെർഫ്യൂം, ബാൻഡേജ്, സ്പ്രേ, തീപ്പെട്ടി, പിന്നെ നൈറ്റ് സ്ലീപ്പ്, കൊതുക് ഇല്ലാതെ ഇവിടെ ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര കൊതുകാണ്. ചുറ്റും ഈ ഇലയൊക്കെ അല്ലേ, ഇലയും ചെടികളും ഒക്കെ അല്ലേ, അപ്പോൾ ഭയങ്കര കൊതുകാണ്. 1-2 ബോക്സൊക്കെ ചിലപ്പോൾ ഒരു മാസം വാങ്ങിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതങ്ങനെയൊക്കെ വെക്കുവേ.
പിന്നെ അടുത്ത ജനൽ, ഈ ജനലിലവിടെ എൻ്റെ ഒരു തയ്യൽ മെഷീനാണ്. 3-4 വർഷം മുമ്പ് ഞാൻ തയ്ക്കുമായിരുന്നു. പുറത്തൊക്കെ തയ്ച്ചു കൊടുക്കുമായിരുന്നു. ബ്ലൗസ് ഒഴികെ ബാക്കിയെല്ലാം തയ്ക്കുമായിരുന്നു. ചുരിദാർ, ഫ്രോക്ക് എല്ലാം തയ്ക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. ഒന്നാമത്തെ കാര്യം പൈസ കിട്ടാൻ ഭയങ്കര പാടാണ്. രണ്ടാമത്തെ കാര്യം ഓണമൊക്കെ ആകുമ്പം ഇതേപോലെയൊക്കെ ആകുമ്പോഴത്തേക്കും വീട്ടുകാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. തയ്യൽ വരുമ്പോഴത്തേക്കേ പക്ഷെ അത്രയും എഫേർട്ട് എടുത്ത് നമ്മൾ തയ്ച്ചാലും നമുക്ക് വരുമാനം തുച്ഛമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു തയ്യൽ മെഷീനും കൂടെ എൻ്റെ മുറിയിൽ കിടപ്പുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കുട്ടീസിൻ്റെ മുറിയാണേ. ഇവിടെ താമസിക്കാൻ വരുമ്പോഴത്തേക്കും ഇത് വലിയ മുറിയായിട്ട് തോന്നും. കാരണം ഭയങ്കര സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു മുറിയായിട്ട് തോന്നിയേ. പക്ഷേ ഇപ്പോൾ ഒരു 5 വർഷം ആയില്ലേ, ഇപ്പം ഈ മുറി ഒന്നിനും പറ്റാത്ത പോലെയാണ്. കേശുവിൻ്റെ ഒരു ടേബിളുണ്ട്, മൗലിയുടെ ഒരു ടേബിളുണ്ട്. ഇത് നമ്മുടെ മൗലിക്കുട്ടിയുടെ ടേബിളാണ് കേട്ടോ. അവിടെ എപ്പോഴും ക്രാഫ്റ്റ് വർക്കാണ്. ഇത് കണ്ടോ, ഇതൊരു കുടുക്കയാണ്. പൈസയൊക്കെ എടുത്തിട്ട് അവൾ എന്തോ കാണിക്കാനായിട്ട് അവിടെ വെച്ചേക്കുന്ന ഒരു കുടുക്കയാണ് കേട്ടോ ഇത്. പിന്നെ ഇത് നമ്മുടെ കേശുവിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വണ്ടികൾ. അപ്പം ഇത്രയും സാധനങ്ങളും ഇത് കണ്ടോ, കൊതുതിരിയുടെ കമ്പാണ് കേട്ടോ ഞാൻ ഈ പെറുക്കി എടുക്കുന്നത്. രാത്രി ഇവിടെ കൊതുക് വല കെട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും ഇവർ കത്രിക കൊണ്ട് പേന കൊണ്ടൊക്കെ കുത്തി അവിടെ ഇവിടെയൊക്കെ ഹോൾ ഇട്ടിട്ടുണ്ട്. കൊതുക് ഈ ഹോളിൽ കൂടെ കയറിയിട്ട് അകത്ത് കയറിയിരിക്കും. രാത്രി ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ചൊറിഞ്ഞു കിടക്കും രണ്ടുപേരും. പിന്നെ അത് ഈ ഭാഗം ഉണ്ടല്ലോ, അത് മഴ പെയ്യുമ്പോൾ മുകളിൽ നിന്ന് ചോരുന്ന ഒരു പോർഷനാണ്. അവിടെ രാത്രിയിൽ മഴയൊക്കെ പെയ്യുമ്പം പാത്രം വെക്കും. പക്ഷെ പാത്രം വെക്കാൻ എന്തോ മറന്ന സമയത്ത് മഴ പെയ്ത് വെള്ളം കേട്ടോ. അപ്പം അത്രയും കൂടെ തൂത്തിറക്കിയിട്ട് പിന്നെ അങ്ങ് തുടച്ചു മാറ്റുവാണേ. ഈ മുറി ഞങ്ങളുടെ മുറിയൊന്നും നമുക്ക് വെള്ളം ഒഴിച്ച് അങ്ങ് കഴുകി വെള്ളം നടക്കത്തില്ല. കുഞ്ഞ് സ്പേസല്ലേ ഉള്ളൂ. അപ്പം നല്ല രീതിയിൽ മോപ്പ് ഉപയോഗിച്ച് തുടച്ച് മാറ്റുക. ഞാൻ നേരത്തെ പറഞ്ഞ തിങ്കളും വ്യാഴമായിട്ടാണ് ഞാൻ കൂടുതലും ആ മുറിയും അപ്പുറത്തെ മുറിയൊക്കെ തുടയ്ക്കുന്നത്. ചൊവ്വ വെള്ളി ദിവസങ്ങൾ അത് ചെയ്യാറില്ല. അത് നേരത്തെ പറഞ്ഞ പോലെ ചുട്ടിയിലെ ശീലം ചുടല വരെ. വീട്ടിൽ കുറച്ച് ശീലങ്ങളുണ്ടല്ലോ, ആ ദിവസങ്ങളിലൊന്നും ചെയ്യരുത്, അങ്ങനെ ഞാൻ ചെയ്യാറില്ല. ബാക്കി ദിവസങ്ങളിലൊക്കെ ഇതേപോലെ സമയം കിട്ടുമ്പോൾ ഇങ്ങനെ അങ്ങ് തുടച്ചു മാറ്റും കേട്ടോ. കട്ടിലെ താഴെയൊക്കെ എപ്പോഴും നല്ല പൊടിയായിരിക്കുമേ. അപ്പം ഇനി ഈ ജോലിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബാക്കി ജോലി എന്ന് പറയുന്നത് പാത്രം കഴുകലും അടുക്കള വൃത്തിയാക്കലും കേട്ടോ. സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം തീർന്നിരിക്കും. ഇനി ഓണമാകുമ്പോൾ നമുക്ക് വാങ്ങിക്കണം. അപ്പം ആ സമയത്ത് തന്നെ നമ്മുടെ ടിന്നൊക്കെ കഴുകി വെയിലത്ത് വെക്കുവാണെങ്കിൽ ഉണങ്ങി കിട്ടുമല്ലോ. എല്ലാ വീട്ടിലും ഓൾമോസ്റ്റ് ഇപ്പം ഈ ഒരു ഓണ സീസൺ ആയതുകൊണ്ട് എല്ലാ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും, വരാന്തയിലും തിണ്ണയിലും അവിടെ ഇവിടെ എല്ലാമായിട്ട് ഇതേപോലെ കുറേ പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരിക്കേ. ഒന്നോർത്തത് കാണുമ്പോൾ സന്തോഷമാണ്. ഞാൻ പക്ഷേ പല സമയത്തും ആലോചിച്ചിട്ടുണ്ട്, ദൈവമേ ഇതുപോലുള്ള ശീലങ്ങളൊന്നും വേണ്ടായിരുന്നു എന്നുള്ളത്. ഒരു ശീലത്തിന് നമ്മൾ അഡിക്റ്റ് ആയി പോയാൽ നമുക്ക് ഉറക്കം പോലും പോയി. എനിക്ക് അങ്ങനെ കേട്ടോ, ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ ഭയങ്കരമായിട്ട് അത് തീർക്കണം എന്നൊരു ടെൻഡൻസി ആയിരിക്കും. അങ്ങനെയുള്ള സമയങ്ങളിലാണെങ്കിൽ ഞാൻ എന്തോ ചെയ്യുന്നറിയാമോ, 5 മണിക്ക് വെക്കുന്ന അലാറം ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ഒക്കെ നേരത്തെ വെച്ചിട്ട് അകത്തെ ജോലിയൊക്കെ അങ്ങ് തീർക്കും. ഇപ്പം ഞാൻ അങ്ങനെ കേട്ടോ, രാവിലെ എഴുന്നേറ്റ് ഉച്ചലത്തേക്കും എല്ലാ ജോലിയൊക്കെ തീർത്തിട്ടാണ് ഈ 2 ജോലിയും ചെയ്യാനായിട്ട് ഇറങ്ങുന്നത്. അതാകുമ്പോൾ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഭയങ്കര ടെൻഷനായിരിക്കും. അതുപോലെ തന്നെ ഈ 2 ക്ലീനിങ്ങും വീഡിയോ ആയതുകൊണ്ടാട്ടോ വീഡിയോക്ക് ഇച്ചിരി ലെങ്ത്. ഇനി അത് എഡിറ്റ് ചെയ്ത് 3ാമതൊരു വീഡിയോ ആയിട്ട് ഇടണ്ടല്ലോ. എൻ്റെ വിശേഷങ്ങളല്ലേ, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഓണത്തിനനുബന്ധിച്ചുള്ള ക്ലീനിങ് എന്ന് അറിയാൻ പറ്റുമല്ലോ. അതുകൊണ്ടാട്ടോ ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്തേക്കുന്നത്. ലെങ്തി ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. ബോറടിക്കുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് കാലിയായിട്ട് കിടന്നത് കൊണ്ട് ബക്കറ്റിൽ നിന്നൊന്നും ഒത്തിരി സാധനങ്ങളൊന്നും മാറ്റി വെക്കാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് പൊട്ടിച്ചിടാത്ത സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് കഴുകണമെന്ന് വിചാരിച്ചത് കൊണ്ട് ഇതെല്ലാം കഴുകി വെച്ച് നല്ല വെയിലത്ത് ഉണക്കി തുടച്ച് കഴിഞ്ഞിട്ട് സാധനമൊക്കെ ഇട്ട് വെച്ചേക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് സഹായിക്കാനായിട്ട് കേശുടനും മൗലിയും കൂടെ വന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ സഹായിക്കാൻ വന്നാലുള്ള ഒരു വലിയ പ്രശ്നമില്ല. നമുക്ക് 3ാമത് ഇതിൻ്റെ ഇരട്ടി ജോലി അവരുണ്ടാക്കി വെച്ചിട്ടേ പോകത്തുള്ളൂ. അതിൽ ഒരു മാറ്റവും വേണ്ട. ഒരാൾ മാത്രം സഹായിക്കുന്നെങ്കിൽ ഇത്രയും പ്രശ്നമില്ല. 2 പേരും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലും വലിയ പണി ഇങ്ങനെ ഓരോന്നായിട്ട് തന്നുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് അതെടുക്കാൻ വരുമ്പോഴത്തേക്ക് 2ഉം കൂടി ഇടി. അതാ കേട്ടോ ഇങ്ങനെ സ്വാഭാവികമായിട്ട് നടക്കുന്നത്. അപ്പം എല്ലാവരുടെയും ഓണ ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി വീണ്ടും ഓർമ്മിപ്പിക്കുകയാണേ. സബ്ബാക്കാൻ മറന്നവരൊക്കെ ഒന്ന് സബ്ബാക്കി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആദ്യമൊക്കെ കഴിഞ്ഞ ഓണത്തിന് നമുക്ക് ചാനലുണ്ട്. ആ സമയത്ത് പക്ഷേ ഇതുപോലെ ഇങ്ങനെ വീഡിയോ ഇടാനുള്ള ഒരു ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. പേടിയെക്കാട്ടി ഉപരി ഭയങ്കര ചമ്മലായിരുന്നു. ആൾക്കാർ എന്ത് വിചാരിക്കും, നമ്മുടെ ഇത്രയും സൗകര്യമല്ലേ ഉള്ളൂ, ഈ സൗകര്യത്തിൽ നിന്നുകൊണ്ട് വീഡിയോ ഇടുമ്പോഴത്തേക്കും കാണുന്നവർ എന്നെ കളിയാക്കും. കാരണം ഞാൻ കാണുന്ന വീഡിയോസൊക്കെ എന്ന് പറയുമ്പം എല്ലാ സൗകര്യങ്ങളിലും ഇങ്ങനെ മാസത്തിൽ അല്ലെങ്കിൽ ഓണമൊക്കെ ആകുമ്പം ചാക്ക് കണക്കിന് പലചരക്ക് സാധനമൊക്കെ എടുത്ത് വെച്ച് അവർ ഭയങ്കര പെർഫെക്റ്റ് അങ്ങനെയുള്ള വീഡിയോ കാണുമ്പോൾ എൻ്റെ വിചാരം അങ്ങനെയുള്ള വീഡിയോസൊക്കെ ആൾക്കാർ കാണും. അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് കാരണം ഞാൻ കഴിഞ്ഞ വട്ടം അങ്ങനെയുള്ള വീഡിയോ ഒന്നും ഇട്ടില്ല കേട്ടോ. ആകെ ഇട്ടത് എനിക്കൊന്ന് ഇഞ്ചിക്കറി വെക്കുന്നതും ശർക്കര വരട്ടി വെക്കുന്ന വീഡിയോ ഒക്കെയാണെന്ന് തോന്നുന്നു. അതൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ.
പിന്നെ ഈ ഒരു വർഷം കൊണ്ട് ഇപ്പം നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞേ. അപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, നമ്മളെക്കാട്ടി അല്ലെങ്കിൽ എന്നെക്കാട്ടി സാധാരണക്കാരും നമ്മളെ ഇഷ്ടപ്പെടുന്നതും നമ്മുടെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരും ഉണ്ട്, നമ്മളെപ്പറ്റി അറിയാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. അതിലൊന്നും ഒരു നാണക്കേടും വിചാരിക്കേണ്ട. ഈ നാണക്കേട് അല്ലെങ്കിൽ പേടിയൊക്കെ വിചാരിച്ചിരിക്കാനാണെങ്കിൽ നമുക്ക് അതിനിരിക്കാനല്ലേ നേരം കാണത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ വീട്ടിലെ എൻ്റെ ജോലികൾ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ പകർത്തുന്നത്. എന്നെ അറിയാവുന്ന ഒത്തിരി പേര് ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയാം. അവർക്കൊക്കെ ഓൾമോസ്റ്റ് അറിയാം. ഇതിപ്പം വിഷു അല്ലെങ്കിൽ ഓണം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ആട്ടോ. ഒരു സ്ഥലത്ത് ഒരു സമയത്തും അടങ്ങിയിരിക്കുന്ന ഒരാളേ ഇല്ല. ആളെ അല്ല ഞാൻ. എനിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതിപ്പം മുതലുള്ള ശീലമല്ല, കുഞ്ഞുനാൾ മുതലുള്ള ശീലം കേട്ടോ. പഠിത്തം ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തിരിക്കണം. അങ്ങനൊരു ക്യാരക്ടറാണ് എനിക്ക്. അപ്പം വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്തിരിക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് കുറേ പേര് എന്നെ നേരിട്ട് കണ്ടപ്പോൾ ചോദിച്ചു, ഓ ഓണമൊതുക്കലൊക്കെ കഴിഞ്ഞല്ലേ? ഞാൻ പറഞ്ഞു വീഡിയോ കണ്ടായിരുന്നോ? പിന്നെ ഞങ്ങൾ വീഡിയോ കണ്ടല്ലോ. ലൈക്ക് ചെയ്ത് കാണും, കമൻറ്റ് ചെയ്യത്തില്ല. ചിലർ ലൈക്കും കമൻറ്റും ചെയ്യാതെ വീഡിയോ മാത്രം കണ്ടിട്ട് അയ്യോ ഇനി അടുത്ത വീഡിയോ എന്തായിരിക്കും അങ്ങനെയും ചിന്തിക്കുന്നവരൊക്കെ ആൾക്കാരുണ്ടെന്നൊക്കെ എനിക്കറിയാം. എങ്കിലും എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നതിൽ ഒത്തിരി സന്തോഷമേ. അങ്ങനെ പാത്രമെല്ലാം കഴുകി വെയിലത്തോട്ട് ഉണക്കാൻ വെച്ചിട്ട് നേരെ നമ്മുടെ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. എല്ലാം വാരി വലിച്ചിട്ട് ദേ ഇത്രയും ഭാഗം കണ്ടോ. ഇത് ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലേ, മുന്നേ നമ്മുടെ ഈ അടുക്കളയിൽ അടുപ്പും പാചകം ഉണ്ടായിരുന്നടാ. അവർ പക്ഷേ അതൊക്കെ പൊളിച്ചു മാറ്റിയിട്ടാണ് നമുക്ക് വാടകയ്ക്ക് തന്നത്. അതിൻ്റെ പുകാറയാടാ ഈ മുകളിലും ഈ തറയിലും ഒക്കെ കണ്ടോ. നമ്മൾ എത്ര തേച്ച് കഴുകിയാലും പോകത്തില്ല ഈ കറപ്പാടൊന്നുമേ. പക്ഷേ എങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് നല്ല സോപ്പ് പൊടിയൊക്കെ ഇട്ട് തേച്ച് കഴുകി വൃത്തിയാക്കി ഞാനങ്ങ് ഇറക്കുവാണേ. ഇനിയിപ്പം ഇത്രയും ഭാഗം വൃത്തിയാക്കി കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ വെയിലൊക്കെ താറിയിട്ട് സാധനങ്ങളൊക്കെ അകത്തോട്ട് ഞാൻ അറേഞ്ച് ചെയ്യത്തുള്ളേ. ഈ സാധനം എല്ലാം അറേഞ്ച് ചെയ്യുന്ന വീഡിയോയും കൂടെ ഉൾക്കൊള്ളിക്കാനാണെങ്കിൽ നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്ത് ആവുന്നത് കൊണ്ട് ഇത്രയും ക്ലീനിങ്ങിൽ ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെപ്പറ്റിയും എൻ്റെ ഒരു സ്വഭാവത്തെപ്പറ്റിയും നമ്മുടെ വീടിൻ്റെ ക്ലീനിങ്ങും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എനിക്കൊന്ന് ഇപ്പോൾ ഇടുന്ന 2-3 വീഡിയോയിൽ എൻ്റെ വർത്തമാനമൊക്കെ മനസ്സിലായി കാണുമല്ലോ എന്ന് വിചാരിക്കുന്നു. ഓരോ ശീലങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടവർ സബ്ബാക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പം ഓൾമോസ്റ്റ് ഓണത്തിൻ്റെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പൈസ ഇങ്ങോട്ട് വന്ന് ഡ്രസ്സ് എടുക്കണം, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അതും കൂടെ ഉള്ളേ. വലിയ ഓണാഘോഷമൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ എത്ര ഓണം ഇല്ലാത്തതിനും എത്ര പൈസ ഇല്ലാത്തതിനും കാണും വിറ്റ് ഓണം ഉണ്ടെന്ന് പറയുന്ന പോലെ നമ്മൾ നമ്മുടെ മക്ക് ഡ്രസ്സ് എടുത്ത് അന്നേ ദിവസം നല്ല ആഹാരമൊക്കെ വെച്ച് കൊടുത്ത് സദ്യയൊക്കെ കഴിച്ച് അടിച്ച് വിളിക്കാതിരിക്കുമോ. അപ്പം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പോകെ പോകെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോയിലൂടെ എല്ലാവരിലോട്ടും എത്തിക്കുന്നതായിരിക്കും. വലിയ ഓണാഘോഷം ഇല്ലെങ്കിലും സദ്യയൊക്കെ വെച്ച് കുഞ്ഞിന് ഓണമൊക്കെ ഞങ്ങളും ആഘോഷിക്കും. അപ്പം അപ്പോൾ ഉള്ള എല്ലാ വീഡിയോയും ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ആരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ആരൊക്കെയാണ് വീഡിയോ കാണുന്നതെന്നുള്ളത്. ആ സമയത്തൊന്ന് കറണ്ട് പോയിട്ട് വന്നു കേട്ടോ. ഞാൻ എപ്പോൾ വീഡിയോ എടുത്താലും അവസ്ഥ ഇതാണ്, കറണ്ട് പോകും, അതിൻ്റെ ഇടയ്ക്കൊന്ന് കറണ്ട് വരും. അപ്പോൾ അതേ ഈ ടൈലും ഇത്രയും ഭാഗം കൂടെ തുടച്ചിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അങ്ങ് കഴിയും കേട്ടോ. ഇതേ ഈ കുപ്പി വെള്ളം എന്താണെന്നറിയാമോ? ഇത് മറ്റേ കടലിൽ നിന്ന് എടുത്ത് വെക്കുന്ന വെള്ളം ഇല്ലേ, നല്ല തെളിച്ച വെള്ളം, പിന്നെ പുണ്യാഹ വെള്ളം എന്നൊക്കെ പറയത്തില്ല, അതുപോലൊരു വെള്ളമാണ് കേട്ടോ. അതിങ്ങനെ പെരക്കൊക്കെ തുടയ്ക്കുമ്പം തുടയ്ക്കാനായിട്ട് നല്ലതാണേ. ഒരു പോസിറ്റീവ് എനർജി എന്നൊക്കെ പറയത്തില്ല, അങ്ങനെ ഒരു ഹീൽ ചെയ്ത വാട്ടറായിരുന്നേ. അപ്പോൾ കുറച്ച് വെള്ളം അതിങ്ങനെ എൻ്റെ കയ്യിൽ ഇരുന്നേ. അപ്പം എല്ലാം ഒന്ന് തുടച്ചിറക്കിയിട്ട് ആ വെള്ളം കൂടെ ഒക്കെ ഒഴിച്ച് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞ് വാടക വീട്ടിലെ കുഞ്ഞടുക്കളയും മുറികളും പാത്രങ്ങളും ഒക്കെ ക്ലീൻ ആക്കിയ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഈ ഒരു സംഭവം ഇല്ലേ, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചാക്ക കേട്ടോ. എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ മാറ്റിനെക്കാട്ടിയൊക്കെ നല്ലതാണ്. നല്ല രീതിയിൽ വെള്ളം അബ്സോർവ് ചെയ്യുകയും ചെയ്യും. നമുക്ക് പെട്ടെന്ന് തണുപ്പൊന്നും കയറത്തില്ലേ. ഞാൻ ഇങ്ങനെയുള്ള ചാക്കൊക്കെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തിട്ട് ഇതേപോലുള്ള സാഹചര്യത്തിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ അങ്ങ് കഴുകി വെയിലത്തോട്ട് ഇടുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഉണങ്ങി കിട്ടും കേട്ടോ. പിന്നെ അതെ പഴയ 2 കസേരയൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ. ഒന്ന് കഴുകി നമ്മുടെ കേശൂടെ നേരത്തെ കൊണ്ട് വെച്ച് കേട്ടോ. ആ സമയത്ത് ഞാൻ അകത്തായിരുന്നേ. ഇത് പിന്നെ ബാക്കിയും കൂടെ അങ്ങ് കഴുകി ഞാൻ വെക്കുക. അപ്പം എങ്ങനെയാ, കഴിഞ്ഞല്ലോ അല്ലേ? അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി ആവർത്തിക്കണ്ടല്ലോ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓണത്തിന് മുന്നേ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പം നല്ലൊരു ചിങ്ങപ്പടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ, സീ യു. ഓക്കേ.